ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പോളോ പെട്രോൾ ഉണ്ടോ 1.2 പെട്രോളാണ്. അപ്പോൾ അതിന് കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ അത് ഓറേറ്റിൻ്റെ സിമ്പിൾ കാണിക്കുക, ക്ലസ്റ്ററിൽ ഓറേറ്റിൻ്റെ സിമ്പിൾ കാണിക്കുക. പിന്നെ കൂളൻ്റ് നോക്കുന്ന സമയത്ത് കൂളൻ്റെ ലെവലും കുറയുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഓറേറ്റിൻ്റെ ക്ലസ്റ്ററിൽ ഓറേറ്റിൻ്റെ സിമ്പിൾ കാണിക്കും. പിന്നെ മോണിറ്റർ നോക്കി നോക്കുന്ന സമയത്ത് നമ്മൾ റിസർവ് ടാങ്കിൽ കൂളൻ്റ് കുറയുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂളിൻ്റെ ലെവൽ കുറവുണ്ട്. അതായത് ഒരു മിനിമത്തിനൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. മിനിമത്തിന് താഴെ ആയിട്ടുണ്ട്. അത്രയും ലെവൽ കുറയുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലസ്റ്ററിലെ ആ ലൈറ്റും കാണിക്കുന്നുണ്ട്, ഓറേറ്റിൻ്റെ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് ലീക്കില്ല. പിന്നെ എൽബോ ഉണ്ടല്ലോ, തെർമോസ്റ്റാറ്റ് എൽബോ, അവിടെ ലീക്കില്ല. പിന്നെ വാട്ടർ പമ്പ് നോക്കി, വാട്ടർ പമ്പിന് അവിടെ ലീക്കൊന്നും കാണില്ല. ഒരു കൂളിൻ്റെ ഒലിച്ചിറങ്ങിയ പാടും കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ എ സി ടു നോക്കിയ സമയത്ത് ആ ഡ്രൈനേജിൽ കൂടെ കൂളൻ്റ് ലീക്കുണ്ട്, ഹീറ്റർ കോയിൽ ലീക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും നോക്കി, അവിടെയൊന്നും കാണാമല്ലോ. അപ്പോൾ ലീക്ക് എല്ലായിടത്തും നോക്കിട്ടോ, ഈ ഭാഗത്ത് എവിടെയും ലീക്ക് കാണില്ല. പിന്നെ നമ്മൾ കണ്ട ലീക്ക് കണ്ടത് ഈ റിസർവ് ടാങ്ക് ഉണ്ടല്ലോ, ഈ റിസർവ് ടാങ്കിൻ്റെ നേരെ അടിഭാഗത്ത്, അതായത് ചേസിൻ്റെ അവിടെ കൂളൻ്റെ കളർ കാണിക്കുന്നുണ്ട്. അത് അവിടെയാണ് ലീക്ക് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത സമയത്ത് ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൻ്റെ അവിടെ പൊട്ടുണ്ട് കേട്ടോ, ഈ സൈഡിൽ പൊട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പ്രഷറായി കഴിഞ്ഞാൽ ഇത് കൂടെ ഇങ്ങനെ കൂളൻ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് വണ്ടി കൂളൻ്റ് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഓറേറ്റ് ആവുക. ഇത് ഒരു മിനിമത്തിൻ്റെ ഒക്കെ താഴെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഓറേറ്റ് സിമ്പിൾ കാണിക്കുമ്പോൾ ഇതിനകത്ത് സെൻസർ ഉണ്ടാവുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസർവ് ടാങ്കിൻ്റെ മിനിമത്തിന് താഴെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓറേറ്റിന് സിമ്പിൾ കാണിക്കും. അത് നല്ലൊരു മെത്തേഡുണ്ടോ. വണ്ടി ഒരിക്കലും ഓറേറ്റ് ആവില്ല, ഓറേറ്റ് ആവാൻ സമ്മതിക്കില്ല. അതിന് മുന്നേ തന്നെ സിമ്പിൾ കാണിക്കും. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലെ വെള്ളം ഫുള്ള് പോയി എഞ്ചിൻ ഓറേറ്റ് ആയ ശേഷമാണ് നമുക്ക് ഓറേറ്റിൻ്റെ വാണിംഗ് ലൈറ്റ് കാണിക്കുള്ളൂ. ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് പോളൻ്റെ എല്ലാ വണ്ടിയിലും കേട്ടോ, ചില വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ സെൻസർ ഇതിനകത്ത് വരുന്നത്. സെൻസറിലെ വണ്ടികൾക്ക് മിനിമത്തിന് താഴെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓറേറ്റിൻ്റെ സിമ്പിൾ കാണിക്കും. നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താം, അതിൽ കൂളൻ്റ് ഒഴിക്കുക, ലീക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ലീക്ക് നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലീക്കാണെങ്കിലും ഒഴിച്ചിട്ട് വണ്ടി നേരെ കൊണ്ടേക്കാം. ഒരിക്കലും വണ്ടി ഓറേറ്റായി വണ്ടി നിൽക്കില്ല. അതിൻ്റെ മുന്നേ തന്നെ, അതിൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് റിസർവ് ടാങ്കിൽ തന്നെ കുറഞ്ഞ അപ്പം തന്നെ സിമ്പിൾ ക്ലസ്റ്ററിൽ വാണിംഗ് ലൈറ്റ് കാണിക്കും. അത് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പം എല്ലാ വണ്ടികൾക്കും ഇല്ല. അപ്പോൾ നമ്മളെ ലീക്ക് കണ്ടുപിടിച്ച് ഇതാണ് റിസർവ് ടാങ്ക് സൈഡിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കാണാം, ആ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 2000 രൂപേൻ്റെ അടുത്തൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.